ഇനി നമുക്ക് ലോജിക്കൽ ഇക്വലൻസ് നോക്കാം. ലോജിക്കൽ ഇക്വലൻസ്, രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ലോജിക്കലി ഇക്വലന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഒരേ സമയം ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. നമ്മൾ പറയില്ലേ, ഇപ്പൊ രണ്ടുപേരും ഒരേപോലെ തന്നെയാണെന്ന് പറയില്ലേ, ഒരേ സ്വഭാവമാണ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ലോജിക്കൽ ഇക്വലൻസ്. രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, S1ഉം S2ഉം. ഈ S1ഉം S2 ലോജിക്കലി ഇക്വലന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ S1 എപ്പോഴൊക്കെ ട്രൂ ആണോ അപ്പോഴെല്ലാം S2ഉം ട്രൂ ആയിരിക്കണം. S1 എപ്പോഴെല്ലാം ഫോൾസ് ആണോ അപ്പോഴൊക്കെ S2ഉം ഫോൾസ് ആയിരിക്കണം. അതുപോലെ തന്നെ S2 എപ്പോഴൊക്കെ ട്രൂ ആണോ അപ്പോഴൊക്കെ S1ഉം ട്രൂ ആയിരിക്കണം. S2 എപ്പോഴൊക്കെ ഫോൾസ് ആണോ അപ്പോഴൊക്കെ S2ഉം ഫോൾസ് ആയിരിക്കണം. ഇതിനാണ് നമ്മുടെ ലോജിക്കലി ഇക്വലന്റ്. രണ്ട് കോമൺ സ്റ്റേറ്റ്മെന്റ്സ് ലോജിക്കലി ഇക്വലന്റ് ആണ് എന്ന് പറയാം. അവരുടെ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെയും ഫോം വേറെ ആയിരിക്കും, വേറെ ആയിരിക്കും. അതായത് കാണുമ്പോൾ അവര് വേറെ പോലെ ആയിരിക്കും, പക്ഷെ അവർ രണ്ടുപേരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കും. അതാണ് ലോജിക്കൽ ഇക്വലൻസിന്റെ മീനിങ്. ഇപ്പൊ ലോജിക്കൽ ഇക്വലൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യും, രണ്ടാമത്തത് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാതെ നമ്മൾ ലോജിക്കൽ ഇക്വലൻസ് പ്രൂവ് ചെയ്യും. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാതെ ലോജിക്കൽ ഇക്വലൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു 10 ലോസ് ഉണ്ട്, ലോസ് ഓഫ് ലോജിക്ക്. ഈ 10 ലോസ് ഓഫ് ലോജിക്ക് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോജിക്കൽ ഇക്വലൻസിന്റെ പ്രോബ്ലം ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ 10 ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, The laws of logic. First one, law of double negation. That is, negation P is logically equivalent to P. Second one, De Morgan's law. That is, negation of P or Q is logically equivalent to negation P and negation Q. Negation of P and Q is logically equivalent to negation of P or negation Q. Third one, commutative law. P and Q is logically equivalent to Q and P. P or Q is logically equivalent to Q or P. Fourth one, associative laws. P or Q or R logically equivalent to P or Q or R. P and Q and R logically equivalent to P and Q and R. Fifth one, distributive law. P or Q and R logically equivalent to P or Q and P or R. P and Q or R logically equivalent to P and Q or P and R. Sixth one, idempotent laws. P or P is logically equivalent to P. P and P is logically equivalent to P. Seventh one, identity laws. P or F0 logically equivalent to P. P and T0 logically equivalent to P. Eighth one, inverse laws. P or negation P logically equivalent to T0. P and negation P logically equivalent to F0. Ninth one, domination laws. P or T0 logically equivalent to T0. P and F0 logically equivalent to F0. Tenth one, absorption law. P or P and Q logically equivalent to P. P and P or Q logically equivalent to P. അപ്പൊ നമുക്ക് ലോജിക്കൽ ഇക്വലൻസിലെ പ്രോബ്ലം നോക്കാം. പ്രൂവ് ദാറ്റ് P or Q and negation of negation P and Q is logically equivalent to P without using truth table. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യാതെ രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് അവർ ലോജിക്കലി ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് P or Q ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ P ആൻഡ് Q ലോജിക്കലി ഇക്വലന്റ് ടു P ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് P or Q and negation P and Q. P or Q and negation P and Q. ഇത് ലോജിക്കലി ഇക്വലന്റ് ടു P ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, നെഗേഷൻ ഓഫ് നെഗേഷൻ P ആൻഡ് Q എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ
നെഗേഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്ന ഫോം നമുക്ക് നോക്കാം. നെഗേഷൻ ഓഫ് എ ആൻഡ് ബി, ഡിമോർഗൻസ് ലോ ആണ് ഇവിടെ വരുന്നത്. നെഗേഷൻ ഓഫ് എ ആൻഡ് ബി ഈസ് ലോജിക്കൽ ഇക്വൽ ടു നെഗേഷൻ ഓഫ് എ ഓർ നെഗേഷൻ ഓഫ് ബി. ഇവിടെ നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു, ലോജിക്കൽ ഇക്വലൻസിന്റെ സിമ്പൽ ആണ് ലോജിക്കലി ഇക്വലന്റ് ടു P or Q and ഈ നെഗേഷന് നമ്മൾ ഡിമോർഗൻസ് റൂൾ യൂസ് ചെയ്തിട്ട് നെഗേഷൻ നെഗേഷൻ P or നെഗേഷൻ Q ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റീസൺ എന്താണ്? ഡിമോർഗൻസ് ലോ. ഇനി ഇവിടെ നോക്കുക, നെഗേഷൻ നെഗേഷൻ പി ഉണ്ട്. നെഗേഷൻ നെഗേഷൻ പി ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു പി, ലോ ഓഫ് ഡബിൾ നെഗേഷൻ. അപ്പൊ അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു പി ഓർ ക്യൂ ആൻഡ് പി ഓർ negation Q. Negation negation P is logically equivalent to P, law of double negation. So we got P or Q and P or negation Q. ഇനി ഇവിടെ നോക്കുക, P or Q and P or negation Q. ഇത് ഏതെങ്കിലും ഒരു ലോ ആയിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ? P or Q and P or negation Q. അത് തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പൊ എങ്ങനെയാ? പി ഓർ ക്യൂ ആൻഡ് പി ഓർ നെഗേഷൻ ക്യൂ. അപ്പൊ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ചിട്ട് പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. നമുക്കറിയാം പി ഓർ ക്യൂ ആൻഡ് പി ഓർ നെഗേഷൻ ക്യൂ ഈസ് ലോജിക്കൽ ഇക്വലന്റ് ടു പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ഈസ് ലോജിക്കൽ ഇക്വലന്റ് ടു F0, which is inverse law. P or Q and negation Q, which is logical equivalent to F0. അതെങ്ങനെ കിട്ടിയത്? ഇൻവേഴ്സ് ലോ എന്നാണ് കിട്ടിയത്. പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ഇസ് ലോജിക്കൽ ഈക്വലന്റ് ടു F0 ബൈ ഇൻവേഴ്സ് ലോ. ദിസ് ഈസ് അഗെയിൻ ലോജിക്കൽ ഈക്വലന്റ് ടു P or F0. P or F0 is logical equivalent to P, which is identity law. P or F0 is logical equivalent to P by identity law. നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മളുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത് പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി ആൻഡ് ക്യൂ ഈസ് ലോജിക്കൽ ഇക്വലന്റ് ടു പി വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ. നമ്മൾ ലോസ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. എളുപ്പമല്ലേ?